ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം മേൽ ജോൽ എന്ന 4-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ പാഠം ഫിൽമി ലേഖ്. ഇതൊരു ഫിൽമി ലേഖാണ്. ജന്നത്ത് കെ ബच्चे, സ്വർഗത്തിലെ കുട്ടികൾ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം, ജന്നത്ത് കെ ബच्चे സ്വർഗത്തിലെ കുട്ടികൾ. എഴുതിയിരിക്കുന്നത് വിവേക് മേത്ത. വിവേക് മേത്ത, ജന്മ 7 अप्रैल 1981. നോക്കാം. विवेक मेहता का जन्म मध्य प्रदेश के एक छोटे से कस्बे നൗറോസാബാദ് में हुआ. അദ്ദേഹത്തിൻ്റെ ജനനം മധ്യപ്രദേശിലെ ഒരു ചെറിയ പട്ടണത്തിൽ നൗറോസാബാദ് എന്ന പട്ടണത്തിലാണ് ജനിച്ചത്. സ്കൂളി പഠായി ഖത്തം കർണേ കെ ബാദ്, സ്കൂൾ പഠനം പൂർത്തിയായതിനു ശേഷം ഭിലായി ഛത്തീസ്ഗഡ് സെ, ഭിലായിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ അതിനുശേഷം മെക്കാനിക്കൽ എഞ്ചിനീയർ ഓർ അതിനുശേഷം ഫിർ IIT കാൻപൂർ ഉത്തർപ്രദേശ് से സ്നാതകോത്തർ, അവിടെ നിന്ന് PG व ഡോക്ടറേറ്റ് की उपाधियाँ PhD അതൊന്ന് പ്രാപ്ത് की, ഇത് കരസ്ഥമാക്കി. വേ തേജ്പൂർ വിശ്വവിദ്യാലയ में, തേജ്പൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രാധ്യാപക് ഹെ, അവിടുത്തെ പ്രൊഫസറാണ്. ചായ് ബാഗാനോ കെ ആസ്പാസ് की दुनिया, डोमखाना के बगल में, सपने में चांद आदि उनकी प्रमुख रचनाएं हैं. ഇപ്പോൾ പാഠം നോക്കാം. ജന്നത്ത് കെ ബच्चे, സ്വർഗത്തിലെ കുട്ടികൾ. ഈ വിവേക് മേത്ത പറയുകയാണ്, അദ്ദേഹം ഒരു സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായ അദ്ദേഹത്തെ ഓർമ്മ വരുന്നു, ഒരു സുഹൃത്തിനെ ഓർമ്മ വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ബച്പൻ മേ മേരാ ഏക് ബഹുത് ഹി അച്ഛാ ദോസ്ത് ഹുവാ കർത്താ ഥാ, കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ നല്ല ഒരു സുഹൃത്ത് ദോസ്ത് ഹുവാ കർത്താ ഥാ എനിക്കുണ്ടായിരുന്നു. സമീർ നാംക, അദ്ദേഹത്തിൻ്റെ പേര് സമീർ എന്നായിരുന്നു. പതാ നഹി, അറിയില്ല, കഹാ ഹേ വോ ആജ്കൽ, അവൻ എവിടെയാണിപ്പോൾ എന്ന് അറിയില്ല. പക്ഷേ ഹാൽ ഹി മേ, ഈയിടെയായി, ഈ അടുത്ത്, ജബ് മേനെ ഏക് ഫിലിം ദേഖി തോ, ഞാനൊരു സിനിമ കണ്ടപ്പോൾ, ജബ് മേനെ ഞാൻ, ഏക് ഒരു, ഫിലിം ദേഖി തോ ഒരു സിനിമ കണ്ടപ്പോൾ, ഉസ്സേ അവനുമായി, ജുഡി ബന്ധപ്പെട്ട, കുച്ച് യാദേ ചില ഓർമ്മകൾ, മേരെ സെഹൻ മേ താജാ ഹോ ഗയി എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഉൻ യാദോ കെ ബാരെ മേ, ആ ഓർമ്മകളെക്കുറിച്ച്, ബത്താനെ സെ പെഹലെ പറയുന്നതിന് മുമ്പായി, ഇസ് ഫിലിം കെ ബാരെ മേ ബത്താത്താ ഹൂ, ഈ സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. ഇസ് ഫിലിം കാ നാം ഹേ ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഈ സിനിമയുടെ പേരാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ, യാനി അതായത് ജന്നത്ത് കെ ബच्चे, സ്വർഗത്തിലെ കുട്ടികൾ. യേ ഏക് ഇറാനി ഫിലിം ഹേ, ഇതൊരു ഇറാനി ഫിലിമാണ്. ഇസ് ഫിലിം കെ മുഖ്യ കിർദാർ, ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ, അലി ഓർ സാഹ്റ നാം കെ ദോ ബच्चे, അലി സാഹ്റ എന്ന പേരുള്ള 2 കുട്ടികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഫിലിം ഷുരു ഹോത്തി ഹേ, സിനിമ ആരംഭിക്കുന്നത് ബാസാർ കെ ഏക് ദൃശ്യസെ, അതിലെ ആദ്യത്തെ രംഗം, ആദ്യത്തെ സീൻ ആരംഭിക്കുന്നത് തന്നെ ബസാറിലെ ഒരു അങ്ങാടിയിലെ ദൃശ്യത്തോടുകൂടിയാണ്. യഹാ, ഇവിടെ, അലി ഏക് മോച്ചി കി ദുക്കാൻ പർ ഖടാ അപ്നി ബഹൻ സാറ കെ പുരാനെ ജൂത്തെ മരമ്മത്ത് കർവാ രഹാ ഹെ, അതായത് ഇവിടെ അലി, യഹ അലി, ഇവിടെ അലി, ഏക്ക് ഒരു, മോച്ചിക്ക് ദുക്കാൻ ഒരു ചെരുപ്പ് കുത്തിയുടെ കടയിൽ, ദുക്കാൻ പർ കടയിൽ, ഖട നിന്നുകൊണ്ട്, അപ്നി തൻ്റെ, ബഹൻ സഹോദരി, സഹ്റാക്കെ സഹ്റയുടെ, പുരാനെ ജൂത്തെ പഴയ ഷൂ, മരമ്മത്ത് കർവാ രഹാ ഹെ അവനതിൻ്റെ കേടുപാടുകൾ തീർക്കുകയാണ്, ചെരുപ്പ് കുത്തിയെ കൊണ്ട് ആ ചെരുപ്പ് നന്നാക്കാൻ അവിടെ നിൽക്കുകയാണ്. ആകെ ഹോത്ത, പിന്നീട് സംഭവിക്കുന്നത്, അതായത് മുന്നോട്ട് സംഭവിക്കുന്നത്, യൂ അതായത് ഇപ്രകാരം, ഹേക്കി ഇതാണ് സംഭവിക്കുന്നത് സിനിമയിൽ. ഘർ ആത്തെ സമയ, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഗലത്തീസെ അബദ്ധത്തിൽ, വേ ജൂത്തെ ആ ഷൂകൾ, അലീസെ അലിയിൽ നിന്നും, കഹി ഖോ ജാത്തെ ഹെ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. വോ പരേഷാൻ ഹോത്താ ഹെ അവൻ വളരെ ദുഃഖിതനാകുന്നു, പരവശനാകുന്നു.
അതായത് ആകെ ഹോത്ത, അതായത് മുന്നോട്ട് പിന്നീട് സംഭവിക്കുന്നത് യൂം ഹെ ഇപ്രകാരമാണ്. കി എന്തെന്നാൽ ഘർ ആത്തെ സമയം വീട്ടിലേക്ക് വരുമ്പോൾ, ഗലത്തിസെ അബദ്ധത്തിൽ, ബേജൂത്തെ ആ ഷൂകൾ, അലീസെ അലിയിൽ നിന്നും, കഹി എവിടെയോ, ഖോജാത്തെ ഹെ നഷ്ടപ്പെട്ടു പോകുന്നു, വോ പരേഷാൻ ഹോത്താ ഹെ അവനാകെ വിഷമിക്കുന്നു, പരേഷാൻ ഹോത്താ ഹെ, ബഹോത് ബഹോത് ഡൂണ്ട്താ ഹെ ഒരുപാട് അന്വേഷിക്കുന്നു, തിരയുന്നു, പക്ഷേ ജൂത്തെ നെഹി മിൽത്തെ ഷൂ കിട്ടുന്നില്ല, ഷൂകൾ കിട്ടിയില്ല, അവൻ ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെ ആ ജൂത്തെ ആ ഷൂകൾ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. ആഹിർകാർ അവസാനം, വോ അവൻ, ബഡേഹി ബുझे മനസ്സെ വളരെ ഭാരിച്ച മനസ്സോടെ, അപ്നെ തൻ്റെ, ഘർ പഹുഞ്ച്താ ഹെ വീട്ടിൽ എത്തിച്ചേരുന്നു, ജഹാ അവിടെ എന്താണ് സംഭവം, സാഹ്റ അവൻ്റെ സഹോദരിയായ സഹ്റ, ഉസ്ക അവൻ്റെ, ഇന്തസാർ പ്രതീക്ഷയിൽ, കർ രഹി ഹെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് വീട്ടിൽ. ജൂത്തെ ഗും ഹോ ജാനെ കി ബാത്ത്, ജൂത്തെ ഷൂകൾ, ഗും ഹോ ജാന നഷ്ടപ്പെട്ടു പോവുക, ഗും ഹോ ജാനെ കി ബാത്ത് നഷ്ടപ്പെട്ടു പോയ കാര്യം, സുൻകർ കേട്ടിട്ട്, വോ അവൾ, ഉദാസ് ഹോ ജാത്തി ഹെ അവൾ വളരെയധികം ദുഃഖിതയാകുന്നു, പക്ഷേ യേ സോച്ച് കർ ഈ കാര്യം ചിന്തിച്ചിട്ട്, കി എന്തെന്നാൽ, ഘർമേ തോ വീട്ടിൽ, നയേ ജൂത്തോ കേലിയെ പുതിയ ഷൂകൾക്കായി, ഷൂ വാങ്ങാനായി, പൈസേ തോ ഹേ നഹി പൈസ ഇല്ല, കാരണം അവർ ദരിദ്രരായൊരു കുടുംബമാണ്. ഔർ കൂടാതെ, ജൂത്തെ ഗുംനെ കി ബാത്ത് ഷൂകൾ നഷ്ടപ്പെട്ട കാര്യം, ജാൻകർ അറിഞ്ഞിട്ട്, അലീക്കോ അറിഞ്ഞാൽ എന്താ സംഭവിക്കുക, അലീക്കോ സജ മിൽ സക്തി ഹെ ശിക്ഷ ലഭിക്കും, വോ അതുകൊണ്ട് തന്നെ, വോ അവൾ, അപ്നെ തൻ്റെ, അമ്മയോടും, അബ്ബു അച്ഛനോടും, കോ കുച്ച് നെഹി ബത്താത്തി ഒന്നും പറയുന്നില്ല. ഈ കാര്യം അവൾ അറിഞ്ഞിട്ടും ഷൂ നഷ്ടപ്പെട്ടു പോയ വിവരം അവൾ മാതാപിതാക്കളെ അറിയിച്ചില്ല. കാരണം അത് അറിഞ്ഞാൽ സഹോദരൻ അലിക്ക് അവരിൽ നിന്നും ശിക്ഷ ലഭിക്കും, അതുകൊണ്ട് അവൾ അത് അറിയിക്കുന്നില്ല. അങ്ങനെ ഖൈർ ശരി, ഏതായാലും ദോനോ രണ്ടുപേരും, ആപ്പസ് മേ സലാഹ് കർ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്ത്, ഉപദേശിച്ച്, തമ്മിൽ ഒരു ചർച്ചയിൽ തീരുമാനത്തിലെത്തി, ഏക്ക് തർക്കീബ് ഒരു ഉപായം, ഒരു പദ്ധതി, നിക്കാൽത്തേഹെ ഒരു ഉപായം അവർ ഉണ്ടാക്കുന്നു, രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്ത് ഉപദേശിച്ച് ഒരു തർക്കീബ് ഒരു പദ്ധതി അവർ, ഒരു ഉപായം അവർ കണ്ടെത്തുന്നു. എന്തെന്നാൽ, വേ അവർ രണ്ടുപേരും, ദോനോ അവർ രണ്ടുപേരും, വേ ദോനോ അവർ രണ്ടുപേരും, അലിക്ക് അലിയുടെ, ജൂത്തോക്കോ ഷൂകൾ, മിൽ ബാണ്ട് കർ പങ്കിട്ടെടുത്തുകൊണ്ട്, ഇസ്തേമാൽ കരേങ്കെ ഉപയോഗിക്കാം, ഇതായിരുന്നു അവർ കണ്ടെത്തിയ പദ്ധതി, പ്ലാൻ. അങ്ങനെ ഖൈർ ശരി, ഏതായാലും ദോനോ രണ്ടുപേരും, ആപ്പസ് മേ സലാഹ് കർ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്ത്, ഉപദേശിച്ച്, തമ്മിൽ ഒരു ചർച്ചയിൽ തീരുമാനത്തിലെത്തി, ഏക്ക് തർക്കീബ് ഒരു ഉപായം, ഒരു പദ്ധതി, നിക്കാൽത്തേഹെ ഒരു ഉപായം അവർ ഉണ്ടാക്കുന്നു, രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്ത് ഉപദേശിച്ച് ഒരു തർക്കീബ് ഒരു പദ്ധതി അവർ, ഒരു ഉപായം അവർ കണ്ടെത്തുന്നു. എന്തെന്നാൽ, വേ അവർ രണ്ടുപേരും, ദോനോ അവർ രണ്ടുപേരും, വേ ദോനോ അവർ രണ്ടുപേരും, അലിക്ക് അലിയുടെ, ജൂത്തോക്കോ ഷൂകൾ, മിൽ ബാണ്ട് കർ പങ്കിട്ടെടുത്തുകൊണ്ട്, ഇസ്തേമാൽ കരേങ്കെ ഉപയോഗിക്കാം, ഇതായിരുന്നു അവർ കണ്ടെത്തിയ പദ്ധതി, പ്ലാൻ. അലിക്ക് ജൂത്തെ അലിയുടെ ഷൂകൾ, സാഹ്റ കേലിയെ സഹ്റയ്ക്ക്, തോടെ ബഡേ തോ ഹേ കുറച്ച് വലുത് തന്നെയാണ്, പക്ഷേ ഇസസേക്ക അതുകൊണ്ടെന്താ കുഴപ്പം, തൈ ഹോത്താ ഹേ കി പെഹലെ സഹ്റ അവർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, തൈ ഹോത്താ ഹേ കി എങ്ങനെയെന്നാൽ, പെഹലെ ആദ്യം, സഹ്റ സുബഹ്ക്കെ സമയം രാവിലെ, ജൂത്തെ പെഹൻകർ ഷൂകൾ ധരിച്ചിട്ട്, സ്കൂൾ ജായകി സ്കൂളിലേക്ക് പോകും, അവൾക്ക് രാവിലെയാണ് സ്കൂൾ, ഓർ എന്നിട്ട്, ഫിർ പിന്നീട്, ദൊപ്പഹർക്കെ സമയം ഉച്ച സമയത്ത്, അലി ഉനേ പെഹൻകർ അലി അവ ധരിച്ചുകൊണ്ട്, സ്കൂൾ ജായക അവൾ തിരിച്ചു വന്നതിന് ശേഷം ഇതേ ഷൂകൾ ധരിച്ചുകൊണ്ട് അലിയും സ്കൂളിലേക്ക് പോകും.
പോകും. ഇങ്ങനെയായിരുന്നു. ലേക്കിൻ പക്ഷേ ദോനോ കി ബനായി യേ തർക്കീബ്, രണ്ടുപേർ ചേർന്നുണ്ടാക്കിയ ഈ ഉപായം ഹർ റോസ് എല്ലാ ദിവസവും, ഹർ റോസ് ഹി എല്ലാ ദിവസവും തന്നെ, ഉൻകേലി അവർക്ക് ഏക്ക് നയി പരേഷാനി ഖടി കർ ദേത്തി ഹെ, ഓരോ പുതിയ പരേഷാനി, ഓരോ വിഷമതകൾ അവർക്ക് ഖടി കർ ദേത്തി ഹെ, എന്നും പുതിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് അവർക്കുണ്ടാവുന്നുണ്ട്. അപ്നെ അമ്മി അബ്ബു, തങ്ങളുടെ അമ്മിയോടും അബ്ബുവിനോടും, അതായത് അച്ഛനോടും അമ്മയോടും അച്ഛനോടും, और ടീച്ചറോं से അധ്യാപകരോടും ഇസ് ബാത്ത് കോ ഈ കാര്യങ്ങൾ, ചുപ്പാനെ കി ഒളിപ്പിച്ച് വെക്കാൻ, ഇത് അറിയിക്കാതിരിക്കാൻ, ജദ്ദോ ജഹദ് മേ ഈ അറിയിക്കാതിരിക്കാൻ അവർ ചെയ്യുന്ന ഈ സംഘർഷം, ജദ്ദോ ജഹദ് മേ എന്താണ് ജദ്ദോ ജഹദ് മേ അലി ഓർ സാഹറ की ये कहानी कई सुंदर रास्तों से गुजरती है. ഇതിനു വേണ്ടി അവർ ഒരുപാട് ഈ സംഘർഷം ഇത് അവരിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കണമല്ലോ, അതിനുവേണ്ടി അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സുന്ദരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അത് സംവിധായകൻ വളരെ മനോഹരമായി അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഫിലിം കി കഹാനി സുനനെ മേ തോ ബഡി സാധാരണ ലഗ്തി ഹെ, ഈ സിനിമയുടെ കഥ, ഫിലിം കി കഹാനി സിനിമയുടെ കഥ സുനനെ മേ കേൾക്കുമ്പോൾ, തോ ബഡി സാധാരണ ലഗ്തി ഹെ ഒരു സാധാരണ സിനിമ, വളരെ സാധാരണമായ ഒരു സിനിമയായിട്ട് നമുക്ക് തോന്നാമെങ്കിലും, പക്ഷേ ജിസ് അസാധാരണ തരീക്കെ സെ ഇസ് കഹാനി കോ നിർദ്ദേശക് മാജിദ് മജീദിനെ പർദേ പർ ഉതാരാ ഹെ, കേൾക്കുമ്പോൾ ഇത് വളരെ സാധാരണമായ ഒരു സിനിമയാണ് തോന്നുമെങ്കിലും, പക്ഷേ ജിസ് അസാധാരണ തരീക്കെ സെ വളരെ അസാധാരണമായ വഴിയിലൂടെ ഇസ് കഹാനിക്കോ ഈ കഥയെ നിർദ്ദേശക് സംവിധായകൻ മാജിദ് മജീദിനെ പർദേ പർ ഉതാരാ ഹെ, സ്ക്രീനിൽ ഇത് വളരെ അസാധാരണമായ രീതിയിലൂടെയാണ് ഇത് സ്ക്രീനിലൂടെ കാണിക്കുന്നത്. വോ കാബിലെ താരീഫ്, അത് വളരെ പ്രശംസനീയമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി. അത്രയും അസാധാരണമായ രീതിയിലൂടെയാണ് സിനിമ അദ്ദേഹം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. വേ ഏക് ജാദൂഗർ की तरह दर्शकों को फिल्म के जादू से बांध कर रखते हैं और उनके साथ ये समझ बांटते हैं कि ज़रूरी नहीं कि सब कुछ होने पर ही इंसान खुश हो. അതായത് വേ ഏക് ജാദൂഗർ की तरह, അദ്ദേഹം ഒരു മാന്ത്രികനെ പോലെ, ദർശകോക്കോ കാണികൾക്ക്, ഫിലിം കെ ജാദൂ സെ സിനിമയുടെ മാജിക്കിലൂടെ, ബാന്ധകർ ആ സിനിമയിലെ മാജിക്കുമായി ബന്ധപ്പെടുത്തി ദർശകരെ, കാഴ്ചക്കാരെ അതുമായി ബന്ധപ്പെടുത്തി വളരെ ഒരു ആ സിനിമയെ തന്നെ, അതായത് ജാദൂസെ ബാന്ധകർ ആ സിനിമയെ നമ്മളെ മനസ്സിനെ അതിലെ അങ്ങ് ബന്ധിപ്പിച്ചുകൊണ്ട്, രക്തേഹെ ഓർ അത് എന്നിട്ട് ഉൻകെ സാത്ത് അദ്ദേഹത്തോടൊപ്പം യേ സമജ് ബാണ്ട്തേ ഹെ കി ജരൂരി നെഹി, അതായത് യേ സമജ് ബാണ്ട്തേ ഹെ, ഇങ്ങനെ നമുക്കത് മനസ്സിലാക്കി തരുന്നു. കി എങ്ങനെ ജരൂരി നെഹി കി സബ് ഖുഷ് ഹോനെ പർ ഭി ഇൻസാൻ ഖുഷ് ഹോ, ഇങ്ങനെ ഒരു കാര്യം ഇല്ല, എന്താണത്, ഇത് ഒരു നിർബന്ധവും ഇല്ല. സബ് കുച്ച് ഹോനെ പർ ഭി ഹി, എല്ലാം നമുക്കുണ്ടെങ്കിലും ഇൻസാൻ മനുഷ്യൻ ഖുഷ് മനുഷ്യൻ സന്തോഷവാനാണ് എന്ന് നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റുകയില്ല എന്ന് ഈ സിനിമയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. അതിൻ്റെ ആ മാന്ത്രികതയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഇട്ടു തരുന്നു. മനുഷ്യനെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അതുകൊണ്ടൊന്നും നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ കഴിയില്ല. ബൽക്കി പക്ഷേ ഏക് ഛോട്ടെ സെ ആം ഭാഷാമേ, ഒരു ചെറിയ സാധാരണ ഭാഷയിൽ, ഗരീബ് കഹേ ജാനെ വാലെ പരിവാർ മേ ഭി റിഷ്തേ സുന്ദർ ഓർ ഗഹരെ ഹോ സക്തേ ഹെ, പറഞ്ഞു വരുന്നത് ഇതാണ്. എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ സന്തുഷ്ടരാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ വളരെ സാധാരണമായ, വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ, അതായത് ബൽക്കി ഏക്ക് ഛോട്ടേസെ ഒരു ചെറിയ, ആം ഭാഷാമേ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, ഗരീബ് കഹെ സാധാരണ ഭാഷയിൽ പറയുന്നത് ദരിദ്രരായ, ഗരീബ് കഹെ ദരിദ്രനെന്ന് പറയുന്ന, ജാനേവാലെ പറയപ്പെടുന്ന, പരിവാർ മേ ഭി കുടുംബത്തിലും,
റിഷ്തേ ബന്ധങ്ങൾ, സുന്ദർ സുന്ദരവും, ഔർ ഗഹരെ ഹോ സക്തേ ഹേ ഗാഠവുമായിരിക്കും. ആഴത്തിലുള്ള വളരെ മനോഹരമായ കുടുംബ ബന്ധങ്ങൾ പുലർത്താൻ അതിന് പണം വേണമെന്നില്ല. വളരെ സാധാരണ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ദരിദ്രമായൊരു കുടുംബത്തിലും ഈ ബന്ധങ്ങളൊക്കെ വളരെ മനോഹരമായി നടക്കുന്നുണ്ട്. ഈ സുന്ദർ ഇൻസാനി റിഷ്തേ ഹി ഏക് പരിവാർ കെ സുഖി ഓർ ഖുഷ് ഹോനെ കാ അസ്ലി കാരൺ ഹേ. ഈ സുന്ദർ ഇൻസാനി റിഷ്തേ, ഈ സുന്ദരമായ മനുഷ്യ ബന്ധങ്ങൾ തന്നെയാണ്, റിഷ്തേ ഹി തന്നെയാണ്, ഏക് പരിവാർക്കെ ഒരു കുടുംബത്തിലെ, സുഖി സുഖവും, ഓർ ഖുഷ് സന്തോഷവും, ഹോനേക്ക അസ്ലി കാരൻ ശരിയായ കാരണങ്ങൾ അതാണ്. തമ്മിലുള്ള ആ ബന്ധവും സ്നേഹവുമൊക്കെയാണ് ഒരു കുടുംബത്തെ വളരെ മനോഹരമാക്കുന്നത്, കുടുംബ ബന്ധങ്ങളെ മനോഹരമാക്കുന്നത് എന്ന്, സുഖവും സന്തോഷവും ഒക്കെ ആക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം ബന്ധങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇംല ലിഖ്വായേ തോ, ചലിയേ പോകാം. ഫിലിം കെ ബാരെ മേ തോ മേനെ അപ്നി ബാത്ത് രഖ് ലി. ആ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അബ് ഇനി സമീർ സെ ജുഡി യാദേം ഭി തുംസെ ബാണ്ട് ലൂ. ഇനി സമീറുമായി ജുഡി ബന്ധപ്പെട്ട യാദേ ഓർമ്മകളും തുംസെ നിങ്ങളുമായി ബാണ്ട്ലൂം പങ്കുവെക്കട്ടെ. യേ ബാത്ത് ഹേ ഈ കാര്യങ്ങൾ പെഹലി യാ ദൂസരി കക്ഷാ കി ഹേ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെയോ അതോ ദൂസരി കക്ഷാക്കി 2ാം ക്ലാസ്സിലെയോ സംഭവമാണ്. തബ് അപ്പോൾ മേ ഓർ സമീർ ഞാനും സമീറും ഏക് ഹി സ്കൂൾ മേ പഠാ കർത്തേ ഥേ ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. അക്സർ എല്ലായ്പ്പോഴും ഐസാ ഹോത്താ ഥാ അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. കി എങ്ങനെയെന്നാൽ കക്ഷാമേ ക്ലാസ്സിൽ കഭി ചിലപ്പോൾ കിസിക ആരുടെയെങ്കിലും ഞങ്ങൾ 2 പേരിൽ ആരുടെയെങ്കിലും പെൻ ഖരാബ് ഹോ ജാത്താ ഥാ പേന കേടാകാറുണ്ടായിരുന്നു. തോ അതും അല്ലെങ്കിൽ കൊയ് ഞങ്ങളിൽ ആരെങ്കിലും അപ്നാ പെൻ തൻ്റെ പേന ഭൂൽ ആത്താ ഥാ മറന്ന് വരാറുണ്ടായിരുന്നു. സ്കൂളിലേക്ക് വരുമ്പോൾ മറന്നു പോകും. മേരെ സാത്ത് ഭി എൻ്റെ അടുത്തും എനിക്കും കഭി പലപ്പോഴും ചിലപ്പോഴൊക്കെ ഐസാഹി ഹോത്താ ഥാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ പേന കേടാവും അല്ലെങ്കിൽ പേന മറന്നു പോകും. അബ് ഇപ്പോൾ ജബ് സാമനെ ഖടി ടീച്ചർ ഹാത്ത് മേ ഡണ്ടാ ലിയേ ഇംല ലിഖ്വായേ തോ അതായത് അബ് ജബ് സാമനെ ഖടി അടുത്ത് മുന്നിൽ ഖടി നിന്നുകൊണ്ട് ടീച്ചർ ഹാത്ത് മേ ഡണ്ടാ ലിയേ കയ്യിൽ വടിയുമായി നിന്നുകൊണ്ട് ടീച്ചർ ഇംല ഡിക്റ്റേഷൻ ലിഖ്വായേ തോ എഴുതിപ്പിക്കുമ്പോൾ കിസിക്കോ ഭി ഡർ ലഗേഗ ആർക്കായാലും പേടിയുണ്ടാവും. തീർച്ചയായും വടിയുമായി ടീച്ചർ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആർക്കായാലും പേടിയുണ്ടാവും. പക്ഷേ മാർ ഖാനെ സെ ബച്നെ കെ ലിയേ അടി വാങ്ങുന്നതിൽ നിന്നും രക്ഷപ്പെടാനായി ഹം ദോനോ നേ മിൽക്കർ ഞങ്ങൾ 2 പേരും ചേർന്ന് ഏക് തർക്കീബ് ഒരു ഉപായം നിക്കാലി ഥി ഞങ്ങളും അതുപോലുള്ള ഒരു ഉപായം ഞങ്ങളും ഉണ്ടാക്കിയെടുത്തിരുന്നു. ആ പ്ലാൻ എന്തായിരുന്നു? ഹം ലോഗ് ഞങ്ങൾ 2 പേരും ജൈസെ തൈസെ മിൽ ബാണ്ട് കർ ഏക് ഹി പെൻ സെ കാം ചലാ ലേത്തെ ഥേ എങ്ങനെയായിരുന്നു ഞങ്ങളത് ചെയ്തിരുന്നത്? ജൈസെ തൈസെ മിൽ ബാണ്ട് കർ ഞങ്ങളും അതുപോലെ തന്നെ മിൽ ബാണ്ട് കർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് ഒരു പേന കൊണ്ട് തന്നെ ഏക് ഹി പെൻസെ ഒരേ പേന കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് കാം ചലാ ലേത്തെ ഥേ കാര്യങ്ങൾ നടത്തിയിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഒരാൾ എഴുതി തീർന്നു, അപ്പോൾ തന്നെ മറ്റേയാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഏക് ലൈൻ വോ അപ്നി കോപ്പി മേ ലിഖ്താ തോ ദൂസരി മേ ഏക് ലൈൻ ഒരു ലൈൻ വോ അവൻ അപ്നി കോപ്പി മേ ലിഖ്താ തൻ്റെ കോപ്പിയിൽ തൻ്റെ നോട്ട് ബുക്കിൽ ലിഖ്ത എഴുതുന്നു. തോ എങ്കിൽ ദൂസരി അടുത്ത ലൈൻ മേ അടുത്ത വരി ഞാനായിരിക്കും ആ പേന കൊണ്ട് എഴുതുക. ഇസ്മേ തോടി ദിക്കത്തോ ഹോത്തി ഥി ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മസാ ഭി ആത്താ ഥാ അതൊരു രസവുമായിരുന്നു. और भी कई चीज़ें थी जो हम मिल बांट कर इस्तेमाल करते थे വേറെയും വേറെയും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ജോ ഹം മിൽ ബാണ്ട് കർ ഇസ്തേമാൽ കർത്തേ ഥേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട്. ഏക് അജീബ് സി ഹി ഖുഷി മിൽത്തി ഥി ഒരു
അത്ഭുതകരമായ ഒരു പ്രത്യേക തരത്തിലുള്ള വിചിത്രമായൊരു ഖുഷി, സന്തോഷം മിൽത്തി ഥി ഐസ കർണേമേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിചിത്രമായൊരു സന്തോഷം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. മിൽത്തി ഥി ലഭിക്കാറുണ്ടായിരുന്നു. ഐസ കർണേമേ അങ്ങനെ ചെയ്യുമ്പോൾ. ഈ ഫിലിം ദേഖ് കർ ഭി ഈ സിനിമ കണ്ടപ്പോഴും മുझे വൈസി ഹി ഖുഷി കാ എഹസാസ് ഹുവാ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഈ ഏക്ക് അജീബ് സി ഹി ഖുഷി മിൽത്തി ഥി ഐസാ കർണേ മേ യേ ഫിലിം ദേഖ് കർ ഭി ഈ സിനിമ കണ്ടപ്പോഴും മുझे എനിക്ക് വൈസി ഹി അന്നത്തെ അതുപോലുള്ള ഖുഷി കാ ആ സന്തോഷത്തിൻ്റെ എഹസാസ് ഹുവ അങ്ങനെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത് ആ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ ഈ ഫിൽമി ലേഖമേ അലി സഹ്റ ഓർ ലേഖക് സമീർ, അലിയും സഹ്റയും അതുപോലെ ലേഖകനും സമീറും സെ സംബന്ധിത അവരുമായി ബന്ധപ്പെട്ട കൈ ബാത്തേ ഹെ ഒരുപാട് കാര്യങ്ങൾ ആ ഫിൽമി ലേഖയിലുണ്ടല്ലോ ഉണ്ട്. അപ്പോൾ സൂചിബദ്ധ കരെ അതൊക്കെ ഒന്ന് എഴുതണം. അലി ഓർ സഹ്റ, അലിയും സഹ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബായി ബഹൻ ഹെ, പുരാനെ ജൂത്തേക്ക് മരമ്മത്ത് കർവാരെ ഹെ, പഴയ ഷൂ അറ്റകുറ്റപ്പണിയാ കേടുപാട് തീർക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ ലേഖക ഓർ സമീർ, ലേഖകനും സമീറും തമ്മിലുള്ള ബന്ധം ദോസ്ത് ഹെ ഒരു ദോസ്താണ്. ഏക് ഹി സ്കൂൾ മേ പഠാ കർത്തേ ഥേ ഒരേ സ്കൂളിൽ തന്നെയാണ് അവർ പഠിക്കുന്നത്. ഇവിടെ പറയുന്നത് പിന്നെ അലിക്ക ജൂത്ത അലിയുടെ ഷൂ തന്നെ സഹ്റയും ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻ അവർ ഉണ്ടാക്കുന്നു. വീട്ടുകാരും അധ്യാപകരും ഒന്നും അറിയാതെ അതൊക്കെ ചെയ്യുന്നു എന്നുള്ളതും. ഇവിടെ അതുപോലെ തന്നെ അടിക്കാൻ വടിയുമായി നിൽക്കുന്ന ടീച്ചറുടെ മുന്നിൽ തന്നെ അവർ ഒരേ പേന കൊണ്ട് തന്നെ രണ്ടുപേരും എഴുതുന്നതുമൊക്കെ. അങ്ങനെയുള്ള വരികൾ ലേഖകം സമീറും ഉള്ളത് അവിടെ എഴുതുക. ഇപ്പുറത്ത് അലി ഓർ സഹ്റയുടെ ഭാഗത്ത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എഴുതുക. ഇനി പാഠ്കെ ആധാർ പർ ഗോൾ ദായരോക്കി പൂർത്തീകരെ ഇവിടെ പൂർത്തിയാക്കാനാണ് പാഠത്തിലെ ഇതുമായി ബന്ധപ്പെട്ട്. ഫിലിം കാ നാം എന്താണ് സിനിമയുടെ പേര്, നിർദ്ദേശക് ആരാണ് സംവിധായകൻ, ഫിലിം സമീക്ഷക് അതായത് സിനിമ നിരൂപകൻ, പിന്നെ കഥാപാത്രങ്ങൾ ഇതൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. അടുത്തത് വാക്യ പഠേ രേഖാങ്കിത് ശബ്ദോ പർ ധ്യാൻ ദേ ഈ സെൻറ്റൻസുകൾ വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ സെൻറ്റൻസുകൾ ആ വാക്കുകൾ നോക്കുക, ശ്രദ്ധിക്കുക. അലി പരേഷാൻ ഹോത്താ ഹെ അലി വളരെ വിഷമത്തിലാവുന്നു. സഹ്റ ഉദാസ് ഹോത്തി ഹെ സഹ്റ ദുഃഖിതയാവുന്നപ്പോൾ ഇവിടെ ഹോത്താ ഹെ ഇവിടെ പുല്ലിംഗമാണ്, ഇവിടെ ഹോത്തി ഹെ എന്നാണ്. അതുപോലെ തന്നെ പാഠഭാഗത്തിൽ നിന്നും പാഠഭാഗസെ ഇസ് പ്രകാർക്കെ വാക്യ ചുൻകർ ലിഖെ ഇത്തരം വാക്യങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. പാഠഭാഗത്തിൽ സഹ്റ അലിയും സഹ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബായി ബഹൻ ഹെ, പുരാനെ ജൂത്തേക്ക് മരമ്മത്ത് കർവാരെ ഹെ, പഴയ ഷൂ അറ്റകുറ്റപ്പണിയാ കേടുപാട് തീർക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ ലേഖക ഓർ സമീർ, ലേഖകനും സമീറും തമ്മിലുള്ള ബന്ധം ദോസ്ത് ഹെ ഒരു ദോസ്താണ്. ഏക് ഹി സ്കൂൾ മേ പഠാ കർത്തേ ഥേ ഒരേ സ്കൂളിൽ തന്നെയാണ് അവർ പഠിക്കുന്നത്. ഇവിടെ പറയുന്നത് പിന്നെ അലിക്ക ജൂത്ത അലിയുടെ ഷൂ തന്നെ സഹ്റയും ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻ അവർ ഉണ്ടാക്കുന്നു. വീട്ടുകാരും അധ്യാപകരും ഒന്നും അറിയാതെ അതൊക്കെ ചെയ്യുന്നു എന്നുള്ളതും. ഇവിടെ അതുപോലെ തന്നെ അടിക്കാൻ വടിയുമായി നിൽക്കുന്ന ടീച്ചറുടെ മുന്നിൽ തന്നെ അവർ ഒരേ പേന കൊണ്ട് തന്നെ രണ്ടുപേരും എഴുതുന്നതുമൊക്കെ. അങ്ങനെയുള്ള വരികൾ ലേഖകം സമീറും ഉള്ളത് അവിടെ എഴുതുക. ഇപ്പുറത്ത് അലി ഓർ സഹ്റയുടെ ഭാഗത്ത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എഴുതുക. ഇനി പാഠ്കെ ആധാർ പർ ഗോൾ ദായരോക്കി പൂർത്തീകരെ ഇവിടെ പൂർത്തിയാക്കാനാണ് പാഠത്തിലെ ഇതുമായി ബന്ധപ്പെട്ട്. ഫിലിം കാ നാം എന്താണ് സിനിമയുടെ പേര്, നിർദ്ദേശക് ആരാണ് സംവിധായകൻ, ഫിലിം സമീക്ഷക് അതായത് സിനിമ നിരൂപകൻ, പിന്നെ കഥാപാത്രങ്ങൾ ഇതൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. അടുത്തത് വാക്യ പഠേ രേഖാങ്കിത് ശബ്ദോ പർ ധ്യാൻ ദേ ഈ സെൻറ്റൻസുകൾ വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ സെൻറ്റൻസുകൾ ആ വാക്കുകൾ നോക്കുക, ശ്രദ്ധിക്കുക. അലി പരേഷാൻ ഹോത്താ ഹെ അലി വളരെ വിഷമത്തിലാവുന്നു. സഹ്റ ഉദാസ് ഹോത്തി ഹെ സഹ്റ ദുഃഖിതയാവുന്നപ്പോൾ ഇവിടെ ഹോത്താ ഹെ ഇവിടെ പുല്ലിംഗമാണ്, ഇവിടെ ഹോത്തി ഹെ എന്നാണ്. അതുപോലെ തന്നെ പാഠഭാഗത്തിൽ നിന്നും പാഠഭാഗസെ ഇസ് പ്രകാർക്കെ വാക്യ ചുൻകർ ലിഖെ ഇത്തരം വാക്യങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക പാഠഭാഗത്തിൽ നിന്നും. അടുത്ത ചോദ്യം ആപ്കെ സ്കൂൾ മേ ഹിന്ദി ക്ലബ് കെ നേതൃത്വ മേ
जन्नत के बच्चे नामक ईरानी ഫിലിം കാ പ്രദർശൻ ഹോനെ വാല ഹെ. സ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ജന്നത്ത് കെ ബച്ചെ എന്ന ഈ സിനിമയുടെ ഇറാനി മൂവിയുടെ പ്രദർശനം പോവുകയാണ്. ഇസ്കി സൂചന ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരെ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. ഫിലിം പ്രദർശനിക്കയിലെ ഉദ്ഘോഷണ തയ്യാർ കരെ. മറ്റൊന്ന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. മേരി രചനാമേ. അപ്പോൾ അതിലെന്തൊക്കെ വേണം? ഉചിത് സംബോധൻ ഹെ, ഉചിതമായ ഒരു അഭിസംബോധന വേണം. വിഷയ്ക്ക് സൂചന ഹെ, വിഷയവുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് വേണം. സംക്ഷിപ്തത ഹെ, അതിന് ഒരു രത്ന ചുരുക്കം, അതായത് സംക്ഷിപ്തം ചുരുക്കിയിരിക്കണം. അതിനൊരു വിവരണം വേണം. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇത് തയ്യാറാക്കേണ്ടത്, ഉദ്ഘോഷണ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു.